Okay. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin ila yawmiddin. Nuridu lil islah mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatan min lisani yafqahu qawli. നമ്മൾ സൂറത്തുൽ അൽ വാഖിഅയാണ് ഇന്ന് പഠിക്കുന്നത്. അൽ വാഖിഅ എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്തായിരിക്കും. കാരണം അതിനെക്കുറിച്ച് വന്ന ചില ഹദീസുകളുണ്ട്. അതിൽ പറയുന്നത് ഇപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട അസുഖമാണ് എന്ന് പറഞ്ഞാൽ മരണശയ്യയിൽ കിടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വേവലാതിപ്പെടുന്നത് കണ്ടിട്ട് ചോദിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, എന്താണ് താങ്കളെ വേവലാതിപ്പെടുത്തുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദുനൂബി, എന്റെ പാപങ്ങളാണ്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മാ തസ്തഹി, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല റഹ്മത്തു റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അഫലാ നദ്ഉ ലക തബീബൻ, ഞങ്ങളൊരു ഡോക്ടറെ വിളിക്കട്ടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല അത്തബീബു അംറളനി, ഡോക്ടറാണ് എന്നെ ഇന്ന് അസുഖക്കാരനാക്കിയത് എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ ഒരുപാട് മരുന്ന് കുടിച്ചിട്ട് അസുഖം ബാധിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതൊരു അങ്ങനെ ഡോക്ടർ എന്നെ അസുഖപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ ഇഷ്ടം പോലെ മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ അർത്ഥമുള്ളൂ കേട്ടോ. അല്ലാതെ അപ്പൊ നിങ്ങള് ഈ പറഞ്ഞതിന്റെ പേരില് നമ്മൾ ചികിത്സേനെ കുറ്റപ്പെടുത്തി ഡോക്ടർമാരെ കുറ്റപ്പെടുത്തി എന്നൊന്നും അതിനെ കുറിച്ച് മനസ്സിലാക്കണ്ട കേട്ടാ. ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കാര്യമൊന്നുമില്ല, ഞാൻ മരിക്കാൻ പോകണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അപ്പോ അദ്ദേഹം ചോദിച്ചു, അഫലാ നഅ്മുറുലക ബിഅതാഇൻ ലക, താങ്കൾക്ക് എന്തെങ്കിലും ദാനം, താങ്കളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ലാ ഹാജത ലീ ഫീ, എനിക്ക് അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ ദാനധർമ്മങ്ങളൊക്കെ ഞാൻ എന്റെ കയ്യിൽ കിട്ടുന്നത് വെച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, ഖാല യകൂനു ലി ബനാതിക മിൻ ബഅദിക്, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് ദാനം ചെയ്യട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല അതഖ്ഷ അലാ ബനാത്തിൽ ഫാഖ മിൻ ബഅദി, എന്റെ പെൺകുട്ടികൾക്ക്, എന്റെ പെൺമക്കൾക്ക് മരണത്തിന് ശേഷം ഞാൻ ദാരിദ്ര്യം ഭയപ്പെടുന്നുവെന്നാണോ താങ്കൾ പറയുന്നത്? ഇന്നി അമർത്തുഹുന്ന അൻ യഖ്റഅന സൂറത്തുൽ വാഖിഅ, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം എന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ആര് പറയണത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയണേ. കാരണം ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ആരെങ്കിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദൻ, അവൻ ഒരിക്കലും ദാരിദ്ര്യം ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇതൊരു ഹദീസാണ്. ഇതിന്റെ സിഹത്തിനെ കുറിച്ച് നമുക്കങ്ങനെ ഒരു കാര്യമായ ഒരു അങ്ങനെ ഒരു മുഹദ്ദിസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു തഫ്സീർ ഖുർത്തുബിയിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണിത്. ഇതിന്റെ വാക്കർത്ഥം പറയുകയാണെങ്കിൽ നമ്മൾ സൂറത്തുൽ വാഖിഅ ഓതിക്കൊണ്ടിരുന്നാൽ ദാരിദ്ര്യം മാറും എന്ന് നമ്മളാരും വിചാരിക്കൂല. കാരണം അങ്ങനെ ഖുർആൻ അങ്ങനെ ഒരു ദാരിദ്ര്യം മാറാനുള്ള ഒരു ഉപാധിയായിട്ട് പിന്നെ അള്ളാഹ് തന്നെ നിശ്ചയിച്ചിട്ടില്ല, അല്ലെ? അങ്ങനെയാണെങ്കിൽ സഹാബികളൊന്നും പിന്നെ പണിക്ക് പോകില്ലായിരുന്നു. സൂറത്തുൽ വാഖിഅ അവതരിച്ചതിന് ശേഷം സഹാബികൾ പണിക്ക് പോയിട്ടുണ്ട്, അല്ലെ? ജോലിക്ക് പോയിട്ടില്ലേ? പോയിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. കച്ചവടത്തിന് പോയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷവും കച്ചവടത്തിന് പോയിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനി മുതൽ താങ്കൾ കച്ചവടത്തിന് പോകണ്ട, ഞങ്ങൾ താങ്കൾക്ക് ബൈത്തുൽ മാലിൽ നിന്നൊരു ശമ്പളം തരാം, അത് വെച്ചിട്ട് ജീവിച്ചാൽ മതി. അപ്പൊ വളരെ ചെറിയൊരു ശമ്പളം കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അപ്പോ അതൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാല് സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യത്തിന് പരിഹാരമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ആ സൂറത്തിൽ പഠിപ്പിക്കുന്ന സംഗതികൾ അല്ലെങ്കിൽ അതിൽ മനസ്സിലാക്കുന്ന നമ്മളിപ്പോ മനസ്സിലാക്കാൻ പോകണം അതിന്റെ അർത്ഥവും അതിന്റെ
ആശയമൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസവും അത് നമുക്ക് നൽകുന്ന അള്ളാഹുവിന്റെ ഒരു തവക്കുലും ഒക്കെയുണ്ട്. ആ തവക്കുൽ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇഹത്തിലും പരത്തിലും ഗുണമുണ്ടാവും. ഇഹത്തിൽ ഗുണമുണ്ടാവും, പരത്തിലും ഗുണമുണ്ടാവും. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ദീനുൽ ഇസ്ലാം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദീന് ദുനിയാവും ആഖിറവും വിജയിക്കുന്ന ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെയും ദീനുൽ ഇസ്ലാമിന്റെ തന്നെയും ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് ദാരിദ്ര്യത്തെ ഈ സൂറത്ത് തടുക്കുമെന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും എന്നാൽ ദാരിദ്ര്യം മാറ്റാൻ വേണ്ട പണികളൊക്കെ നമ്മൾ ചെയ്യുകയും വേണം കേട്ടാ. നമ്മള് തവക്കുൽ അങ്ങനെയല്ല. ഒരാൾ വന്നിട്ട് ഒട്ടകത്തെ പുറത്ത് കെട്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഒട്ടകത്തെ കെട്ടുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ തവക്കുലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോയിട്ട് ഒട്ടകത്തെ ആദ്യം കെട്ടിയിട് എന്നിട്ട് തവക്കുലാക്കാൻ പറഞ്ഞു. ആദ്യം പോയിട്ട് ഒട്ടകത്തെ കെട്ടിയിടൂ എന്നിട്ട് തവക്കുലാക്കാൻ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടേ തവക്കുലാക്കാൻ പാടുള്ളൂ. വീടിന്റെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ തവക്കുലാക്കിയിട്ടാണ് കിടന്നുറങ്ങണേന്ന് പറഞ്ഞാലോ ചിലപ്പോൾ വിലപിടിപ്പുള്ളതൊക്കെ ആരെങ്കിലും കട്ടുകൊണ്ടുപോകും. എന്നിട്ട് പിന്നെ തവക്കുലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ വീട് ഭദ്രമായി അടച്ച് തീയൊക്കെ കെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കി എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? തവക്കുലാക്കാൻ. അതല്ലാതെ തവക്കുലിന് ഒരു പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെയും ആ അർത്ഥത്തിൽ തന്നെയാണ് സൂറത്ത് അൽ വാഖിഅ ദാരിദ്ര്യത്തിന് പരിഹാരമാകും എന്ന ഹദീസും നമ്മൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ അത്രത്തോളം ഒരു പ്രാധാന്യം അതിനെക്കുറിച്ച് പറഞ്ഞു എന്നാണ്. ഇനി ഇതിന്റെ അവതരണ ക്രമം നോക്കിയാൽ ഇത് മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 46 ആയത്തുകൾ ഈ സൂറത്തിലുണ്ട്. 96 ആയത്തുകൾ. 56ാമത്തെ സൂറത്താണിത്. അവതരണ ക്രമം അനുസരിച്ച് ഇത് 46ാമതായിട്ടാണ് അവതരിച്ചത്. 96 സൂക്തങ്ങൾ ആയത്തുകൾ ഇതിലുണ്ട്. 3 ഖണ്ണികളുണ്ട്. ഖണ്ണികൾ എന്ന് പറഞ്ഞാൽ ഹിസ്ബ്. ഓരോ മൂന്ന് വിഷയങ്ങളായിട്ടാണ് ഇതിലുള്ളത് കേട്ടാ. നമ്മൾ പഠിക്കാം. ആദ്യം സൂറത്തു താഹ അവതരിച്ചു. അതിനുശേഷം സൂറത്തു താഹയ്ക്ക് ശേഷം അൽ വാഖിഅ അവതരിച്ചു എന്നാണ് പറയപ്പെട്ടുള്ളത്. കാരണം അത് പറയാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമുണ്ട്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണമുണ്ട് അല്ലെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം നബീനെ കൊല്ലാൻ വേണ്ടി വാളുമായിട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് നഈം ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന സഹാബിയെ കാണുന്നു. അദ്ദേഹത്തോട് നഈം എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ പോണത്? അപ്പൊ പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നീ മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് നിന്റെ സഹോദരി ഫാത്തിമ ഉണ്ട്, ഫാത്തിമയെ ഭർത്താവ് സഈദ്, അവരെ പോയിട്ട് നേരെയാക്കാൻ പറഞ്ഞു. കാരണം എന്താ? അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ ആ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവര് സൂറത്ത് താഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ഷ എന്ന് പറഞ്ഞിട്ട് തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉല എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ വളരെ മനോഹരമായ ശബ്ദത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവർക്ക് ഓതിക്കൊടുക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയും സഈദ് റളിയല്ലാഹു അൻഹും അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ ആദ്യം ദേഷ്യം കൊണ്ട് വിറക്കാണ്. അദ്ദേഹം സഹോദരിനെ അടിക്കുന്നു, ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നു. നമുക്കറിയാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയങ്കര ബലവാനായിരുന്നു, ശക്തനായിരുന്നു അല്ലെ. ഒരു 10 ആളൊക്കെ വന്നാല് ആ 10 ആളെ ഒറ്റയടിക്ക് അടിച്ചിടും. അങ്ങനത്തെ ആളായിരുന്നു ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ സിനിമയിലൊക്കെ കാണൂലേ, അതുപോലെ അത്ര ശക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാത്തിമനെ അടിച്ച ഉടനെ തല പൊട്ടി അവരുടെ ചോര ഇങ്ങനെ ഒഴുകി, മുഖത്തുകൂടി ചോര ഒഴുകുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന് സങ്കടവും ഒരു ക്ഷമാപണ സ്വരമൊക്കെ വന്നു. കാരണം അദ്ദേഹം സ്വന്തം സഹോദരിയല്ല, എന്തായാലും സഹോദരനല്ലേ തല്ലിയത്. അവരുടെ ചോര കണ്ടപ്പോ അദ്ദേഹത്തിനൊരു മനസ്താപം വന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ ഒരു പണി ചെയ്യാം, നിങ്ങൾ ഓതിക്കൊണ്ടിരുന്ന ആ ഏടിങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. ആ ഏടെടുക്കാൻ പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പറഞ്ഞു. അതാണ് നമ്മുടെ ഈ സന്ദർഭമായിട്ട് അതിന് ബന്ധം. അവര് പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ല താഹിർ, ഒരു ശുദ്ധിയുള്ള ആളല്ലാതെ ഇത് തൊടാൻ പാടില്ല. ശുദ്ധിയുള്ള ആളല്ലാതെ ഈ ഖുർആൻ തൊടാൻ പാടില്ല. അപ്പോ ആ ആയത്ത് അവതരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് സൂറത്തുൽ വാഖിയയിൽ ഒരു ആയത്തുണ്ട്, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ,
പരിശുദ്ധരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്ന് ഒരായത്തുണ്ട്. അവിടെ ശരിക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന്റെ ഒരു മനസ്താപം കണ്ടപ്പോ ഇദ്ദേഹം ഒന്ന് കുളിച്ച് ശുദ്ധിയായി വന്നാൽ അതിനനുസരിച്ച് മനസ്സ് പാകപ്പെടും, അല്ലെ? അപ്പോ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാനിരിക്കുമ്പോ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തുള്ള അശുദ്ധികളൊക്കെ കഴുകിക്കളഞ്ഞ്, ഇപ്പോ ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ നിന്നൊക്കെ മുക്തമായി ഒതുവെടുത്ത്, അല്ലെങ്കിൽ കുളിക്കേണ്ട ആളാണെങ്കിൽ കുളിച്ച് എന്നിട്ടൊക്കെ വേണം വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് പാരായണം ചെയ്യാൻ. പിന്നെ പഠിക്കേണ്ട സന്ദർഭത്തിലൊക്കെ നമുക്കൊരു പക്ഷെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രത്യേക അവസ്ഥയിലൊക്കെ അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാം, കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ പഠിക്കാനുള്ള ഒരു ഉദ്ദേശമാണ്. അത് ആ സമയത്ത് അത് മുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് പിന്നീട് അവർക്ക് അങ്ങനെ പഠിക്കാൻ സാധിക്കാതെ വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ കയ്യിലെടുക്കുമ്പോൾ അത് ശുദ്ധിയോടുകൂടി വേണം എടുക്കാൻ. മനസ്സും ശരീരവും ശുദ്ധിയായ ഒരു അവസ്ഥയിൽ വേണം. അപ്പൊ ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുളിച്ചു വന്നു, അദ്ദേഹത്തിന് ഖുർആൻ കൊടുത്തു. അദ്ദേഹം സൂറത്ത് താഹ ഓതി ഇങ്ങനെ വന്നപ്പോ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആ വാചകങ്ങൾ സ്പർശിച്ചു. അപ്പൊ തന്നെ പറഞ്ഞു, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി ഇസ്ലാം സ്വീകരിച്ചു. ഇത് പിന്നെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ്, ഒരു ചരിത്രമാണ്. പക്ഷെ ഈ ചരിത്രം നമ്മളിപ്പോ പറയുന്നത് ഈ സൂറത്തുൽ വാഖിഅ, സൂറത്ത് താഹയ്ക്ക് ശേഷം തൊട്ടുടനെ അവതരിച്ചതാണ്, അന്ന് നിലവിലുണ്ടായിരുന്നതാണ്. താഹ ഓതുന്ന സന്ദർഭത്തിൽ തന്നെ സൂറത്തുൽ വാഖിയയും അതിനുശേഷം ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് ഇതിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സമീപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇനി സൂറത്തു അൽ വാഖിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പരലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, തൗഹീദിനെ കുറിച്ച്, ഏകദൈവത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പരാമർശമുണ്ട്, ഇതൊക്കെയുണ്ട്. പിന്നെ ഈ മൂന്നിനെ കുറിച്ച്, പരലോകം, ഏകദൈവത്വം, തൗഹീദ്, ഖുർആൻ, ഇതിനെക്കുറിച്ച് സത്യനിഷേധികൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സംശയങ്ങൾ, ആ സംശയങ്ങളെ ദൂരീകരിക്കുകയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു ചെയ്തത്. ഈ മൂന്ന് വിഭാഗങ്ങളോടുമുള്ള അള്ളാഹുവിന്റെ സമീപനം, അതായത് മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട് ഈ സൂറത്തുൽ വാഖിയയിൽ. ഏതൊക്കെയാണ്? അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ. ആരാണെന്നുള്ളത് നമ്മൾ പഠിക്കും കേട്ടോ. ആ മൂന്ന് വിഭാഗങ്ങളിനോട് അള്ളാഹു എന്ത് സമീപനം സ്വീകരിക്കും അത് പറയുന്നുണ്ട്. പിന്നെ സത്യനിഷേധികൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്ന പരലോകം, അവർ വിസമ്മതിച്ചിരുന്ന പരലോകം, ഏകദൈവത്വം, അതിന്റെ തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, യൂണിവേഴ്സൽ സയൻസ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഖുർആനെ കുറിച്ച് അവർ ഉന്നയിക്കുന്ന സംശയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അതുപോലെ അവസാനം മനുഷ്യന്റെ അഹന്തയെ കുറിച്ച് പറയുന്നു. നീ എത്ര തന്നെ അഹങ്കരിച്ചാലും അവസാനം മരണസന്ദർഭത്തില് നിന്റെ മക്കൾ മരിക്കുന്നു, നിന്റെ പ്രിയപ്പെട്ടവർ മരിക്കുന്നു, നിന്റെ മാതാപിതാക്കൾ മരിക്കുന്നു, പക്ഷെ നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. നേതാക്കൾ മരിക്കുന്നു, അനുയായികൾ മരിക്കുന്നു. പക്ഷെ ഒരാളുടെ മരണസന്ദർഭം എത്തിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവർക്കുള്ളത്. ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ വാഖിയയിൽ. ഇപ്പോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ പ്രധാനപ്പെട്ട എല്ലാ സന്ദേശങ്ങളും ഈ ഒരൊറ്റ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ സൂറത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് അത് ഈ മൂന്ന് സംഗതികളും പറയുന്നുണ്ട് കേട്ടോ.